നമസ്കാരം. ഇന്ന് ഫെബ്രുവരി 8 വ്യാഴാഴ്ച. ഇന്ന് ചില പ്രത്യേകതകളുണ്ട്. അതേക്കുറിച്ച് ആദ്യം തന്നെ പരാമർശിക്കാം. വ്യാഴാഴ്ച ചന്ദ്രൻ മകരം രാശിയിലേക്ക് നീങ്ങാൻ പോവുകയാണ്. കൂടാതെ ഇന്ന് മാഘമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ത്രയോദശി തിഥി കൂടിയാകുന്നു. ഈ ദിവസം ചന്ദ്രന്റെയും അതേപോലെ തന്നെ ചൊവ്വയുടെയും കൂടിച്ചേരൽ മൂലം ധനയോഗം രൂപാന്തരപ്പെടുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതാണ്. അതോടൊപ്പം മറ്റു ചില യോഗങ്ങളും ഇന്നേ ദിവസം ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. സിദ്ധിയോഗം, ഉത്രാട നക്ഷത്രം എന്നിവയുടെ ശുഭകരമായ സംയോജനവും ഇന്ന് രൂപാന്തരപ്പെടുകയാണ്. അതിനാൽ തന്നെ ചില നക്ഷത്രക്കാർക്ക് വളരെയധികം സൗഭാഗ്യം സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ കടാക്ഷത്താൽ വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ പറയാം. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്താൻ പോകുന്നത് എന്ന് തന്നെ പറയാം. ഈ രാശിക്കാർക്ക് ചില കാര്യങ്ങൾ പ്രധാനമായും ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. അതിനാൽ തീർച്ചയായും ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോവുക. തടസ്സങ്ങൾ കൂടാതെ ഈ സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തും. ബുധനാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ വിഷ്ണു പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തെ രാശി മേടം രാശിയാകുന്നു. മേടം രാശിക്കാർക്ക് സാക്ഷാൽ ഭഗവാന്റെ കടാക്ഷത്താൽ എന്തെല്ലാം സൗഭാഗ്യങ്ങളാണ് വന്നു ചേരാൻ പോവുക എന്ന് മനസ്സിലാക്കാം. ഫെബ്രുവരി 8 ഇന്ന് മേടം രാശിക്കാർക്ക് പൊതുവെ അനുകൂലമായി തീരും. ഇന്ന് മാത്രമല്ല, അടുത്ത 2 ദിവസവും ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. മേടം രാശിക്കാരുടെ മനസ്സിൽ പ്രധാനമായും കടന്നുവരിക പോസിറ്റീവായ ചിന്തകളാകുന്നു. ആ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും. അത്തരത്തിൽ ശുഭകരമായ പല ചിന്തകളിലേക്കും മനസ്സ് പോകുന്ന അവസരം തന്നെയാണ് ഇത്. കൂടാതെ ഈ സമയം പ്രവർത്തനങ്ങളിലും ചിന്തകളിലും പോസിറ്റീവായിരിക്കുവാൻ നിങ്ങൾ മുൻകൈ എടുക്കുന്നതാണ്. കൂടാതെ ഈ സമയം കരിയറുമായി ബന്ധപ്പെട്ട് ചില നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. അത് ശ്രദ്ധ പതിപ്പിക്കുന്നതിലൂടെയാണ് നിങ്ങൾക്ക് ഇത്തരത്തിൽ നേട്ടങ്ങൾ വന്നു ചേരുക. കൂടാതെ സമയത്തിനും അവസരത്തിനും വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുകയും ചെയ്യും എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതാകുന്നു. മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾക്കും സാധ്യത കൂടുതലാകുന്നു. മുടങ്ങിക്കിടക്കുന്ന പദ്ധതികൾ, മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ വീണ്ടും തുടങ്ങുവാൻ ആരംഭിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാകുന്നു. വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ് സമയം. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും അനുകൂലമാണ് എന്ന് തന്നെ പറയാം. കൂടാതെ ജീവിതത്തിലേക്ക് സമാധാനം കൈവരിക്കുവാൻ സാധിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. വ്യാഴാഴ്ച ദിവസം പ്രത്യേകിച്ചും മഞ്ഞൾ മാല ഭഗവാന് തൂക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. കൂടാതെ ഈ സമയം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതും ഏറ്റവും ശുഭകരമാകുന്നു. മറ്റൊരു രാശിയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് കർക്കടകം രാശിയാകുന്നു. കർക്കടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് കർക്കടകം രാശിയാകുന്നു. കർക്കടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നൽകുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ തൊഴിൽപരമായി പുതിയ നേട്ടങ്ങൾ വന്ന് ചേരാവുന്നതാകുന്നു. ഇച്ഛാശക്തി ദൃഢമാകും എന്ന കാര്യം ഓർക്കുക. കരിയറുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ നിങ്ങൾക്ക് തൊഴിൽപരമായും നേട്ടങ്ങൾ വന്ന് ചേരുന്ന സമയമാണ് എന്നതും വാസ്തവമായ കാര്യമാകുന്നു. ഗാർഹിക ബന്ധങ്ങൾ കൂടുതൽ ദൃഢമായി മാറും. കൂടാതെ ഈ സമയം ബുദ്ധി കൊണ്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയും. വ്യക്തിപരമായ ബന്ധങ്ങൾ പോലും അത് ഏതൊരു വ്യക്തിയുമായി ഉള്ളതാണ് എങ്കിൽ പോലും അത് ഏറ്റവും ശുഭകരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. മാതാപിതാക്കളുമായുള്ള ബന്ധവും ഏറ്റവും അനുകൂലമായി തീരും എന്ന കാര്യവും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഭഗവാന് മഞ്ഞ നിറത്തിലുള്ള മാല ചാർത്തുന്നതും മഞ്ഞ വസ്ത്രം ധരിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ചിങ്ങം രാശിയാകുന്നു. ചിങ്ങം രാശിക്കാർക്ക് ഏറ്റവും ശുഭകരമായ ദിവസമാണ് 3 ദിവസം. ചിങ്ങം രാശിയിലുള്ള വ്യക്തികൾക്ക്, പ്രത്യേകിച്ചും ബിസിനസ്സുകാർക്ക് ഭഗവാന്റെ കടാക്ഷത്താൽ സാമ്പത്തികപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അവസരമാണ് എന്ന് തന്നെ പറയാം. വിവിധ തരത്തിലുള്ള നിക്ഷേപങ്ങളിലേക്ക് നിങ്ങൾ ആകർഷിക്കപ്പെടുവാൻ സാധ്യത കൂടുതലാകുന്നു. എന്നാൽ ശരിയായ രീതിയിൽ ചിന്തിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ പാടൂ എന്ന കാര്യം ഓർക്കുക. ഭാവിയിൽ നിങ്ങൾക്ക് ലാഭം നൽകുന്ന പല കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ്. ജോലിയുമായി ബന്ധപ്പെട്ട് കരിയറുമായി ബന്ധപ്പെട്ട് പുരോഗതി വന്നു ചേരും.
സഹപ്രവർത്തകരുമായും ഉദ്യോഗസ്ഥരുമായും നിങ്ങൾക്ക് ബന്ധം മികച്ചതായി തീരും എന്ന കാര്യവും ഓർക്കുക. കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നുവരും. കൂടാതെ വ്യാഴത്തിന്റെ കൃപയാൽ വിദ്യാർത്ഥികൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും ബുദ്ധിപരമായ കഴിവ് നിങ്ങൾക്ക് പ്രകാശിപ്പിക്കുവാനും സാധിക്കുന്നതാകുന്നു. കൂടാതെ നിങ്ങൾക്ക് സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും അമ്മയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരും എന്ന കാര്യവും ഓർക്കുക. അപ്രതീക്ഷിതമായ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്ന് ചേരാവുന്നതാണ്. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മകരം രാശിയാകുന്നു. മകരം രാശിക്കാർക്ക് ഏറ്റവും ശുഭകരമായ ദിവസമാണ് എന്ന് തന്നെ പറയാം. സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന്റെ കടാക്ഷത്താൽ മകരം രാശിക്കാർക്ക് വളരെ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കും. പണമോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ ലഭിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. സുഹൃത്തുക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സഹായകരമായ ദിവസങ്ങളാണ് ഇത്. കൂടാതെ ഈ സമയം വ്യക്തിപരവും തൊഴിൽപരവുമായ പല കാര്യങ്ങളും നിറവേറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം ജോലിയുള്ള വ്യക്തികളാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിലുള്ള അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. കൂടാതെ കുടുംബജീവിതം നിങ്ങൾക്ക് അനുകൂലമായി തീരും. പല വഴികളിലൂടെയും ധനം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും നിങ്ങൾക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. നിങ്ങൾ അധ്വാനിക്കുന്നുണ്ട് എങ്കിൽ ആ അധ്വാനത്തിന്റെ പൂർണ്ണമായ ഫലം ജീവിതത്തിലേക്ക് ലഭിക്കുവാൻ സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. ഭഗവാനെ പ്രാർത്ഥിച്ച് മുന്നോട്ടു പോവുക. ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നതും വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഏറ്റവും ശുഭകരമാകുന്നു.